എനിക്ക് ഐശ്വര്യ രാധാലക്ഷ്മിയുമായിട്ടുള്ള ഒരു വിഷയത്തിൽ എതിർപ്പ് താങ്കളുടെ ചില സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, 40 വയസ്സുള്ള ഡിവോഴ്സ് ആയിട്ടുള്ള ആളുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം, അതൊരു പോസിബിലിറ്റി മാത്രമാണ്. മരണപ്പെട്ട ഒരാളെ പറ്റി അത് അങ്ങനെയാണ് എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ഷിംജിത തെറ്റുകാരി അല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായ ഒരു തെറ്റുകാരി ആണെന്നും പറയാൻ പറ്റും. 6 വീഡിയോ ക്ലിപ്പുകൾ അവരുടെ ഫോണിൽ നിന്ന് കേരള പോലീസ് കണ്ടെത്തി. 6ഉം പരിശോധിച്ചു. 6ലും ദീപക് ഒരു കുറ്റവും ചെയ്തില്ല എന്നുള്ളതാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. അത് എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്നത് റോൾട്ട്, അത് എപ്പോഴാണ് സംഭവിച്ചത്? മീഡിയകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇയാളുടെ മരണശേഷം കൃത്യമായി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക മെയിൻ സ്ട്രീം മീഡിയകൾ, അതായത് ഓൺലൈൻ മീഡിയകളല്ല, ഞാൻ പറഞ്ഞു മെയിൻ സ്ട്രീം മീഡിയയാണ് ജനങ്ങൾക്കുള്ള ഒരു ഇതുണ്ട്, വിശ്വാസം. എത്ര കണ്ട് അതായത് ന്യൂസ് മാനിപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ചാനൽ മാറി മാറി ഏതിലെങ്കിലും ഒരു കറക്റ്റായ സാധനം വരുമെന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ മാധ്യമങ്ങൾ ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നു ഉറപ്പായിട്ടുമുണ്ട്. ഇല്ലെന്നാണ് പറയുന്നത്. ഓ മൈ ഗുഡ്നസ്, കാലങ്ങളായിട്ട് ഉറപ്പായിട്ടും ജനവികാരം എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സ്വാധീനിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത്ര കോൺക്രീറ്റ് എവിഡൻസുമായി ഒരാൾ ചേർന്ന് ഇതിനെ മൊത്തം കട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ആ സാധനം ഇയാളുടെ കയ്യിലില്ല. ഷിംജിത വളരെ കൃത്യമായി അത് എഡിറ്റ് ചെയ്ത് സ്ലോ ആക്കേണ്ടത് സ്ലോ ആക്കിയും സ്പീഡ് ആക്കേണ്ടത് പോസ്റ്റ് ചെയ്തു. പക്ഷെ അവർ മറ്റേ ക്ലോസ് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. ദീപകിന്റെ കൈ അവർ ഓട്ടോമാറ്റിക്കലി മറ്റേ അങ്ങനെ ചെയ്തതല്ലോ. ദീപകിന്റെ കൈ അവിടെ ഉണ്ട്, ദീപക്കും അവിടെ ഉണ്ട്. അയാളെ മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഈ ടച്ച് ചെയ്ത് പോയാൽ മാത്രം ആൺകുട്ടികൾക്ക് മാത്രമാണോ? സ്ത്രീകളുണ്ടാവും. ഉണ്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള സ്ത്രീകൾ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ടച്ച് ചെയ്യുന്നത്. പക്ഷെ ആ ടച്ച് ചെയ്യുന്ന സ്പേസിൽ പുരുഷന്മാർ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു അനുഭവമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ ആദ്യത്തെ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ സെയിൽസിലായിരുന്നു. ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി വാനത്തിലോ അന്ന് ഒരു PSC എക്സാം ഉള്ള ദിവസമാണ്. വണ്ടി ഫുൾ റഷാണ്, വണ്ടികളെല്ലാം ഫുൾ റഷാണ്. എക്സാം കഴിഞ്ഞ് വരുന്നവരുടെ തിരക്കാണ്, സാധാരണക്കാരുണ്ട്. ഞാൻ ബാക്കിലാണ് കയറുന്നത്. അന്ന് ഈ സെപ്പറേഷൻ ഉണ്ട് കേട്ടോ, ഫ്രണ്ട് സീറ്റ് സ്ത്രീകൾക്കും ബാക്ക് ആൺകുട്ടികൾക്കുമാണ്. ഞാൻ അവിടെ കയറി, ഞാൻ അവിടെ സൈഡിലിരിക്കുന്നു. ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നു. ആ പെൺകുട്ടിക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്വാഭാവികമായിട്ട് ആദ്യം നമ്മൾ വിചാരിച്ചു സാധാരണഗതിയിലുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചു. അല്ല, ആ കുട്ടി പർപ്പസ്ഫുള്ളി നമുക്ക് മനസ്സിലാവുമല്ലോ. പ്രായമുള്ള മുഖം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ, കാരണം എനിക്ക് പേടിയാണ്. സീരിയസ്ലി അന്നത്തെ പ്രായമാണ് കേട്ടോ. ഇപ്പോഴത്തെ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ളത് പിന്നത്തെ കാര്യം. ഞാൻ അനങ്ങാതിരുന്നു, ഞാൻ പേടിച്ചു. ഇത് തന്നെയാണ് സ്ത്രീകളും ചെയ്യുന്നത്. ഈ പ്രായത്തിലുള്ള താങ്കളുടെ മാനസികാവസ്ഥയാണ് എല്ലാ സ്ത്രീകൾക്കും 90 വയസ്സാകുമ്പോഴും കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത്. ആ സ്പേസ് ഉണ്ട്, ആ വൾണറബിലിറ്റി ഉണ്ട്. പേടിച്ച് അനങ്ങാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമ്മതം കൊടുക്കുകയാണെന്നുള്ളതല്ല. അങ്ങനെ സമ്മതം കൊടുക്കുന്ന സ്പേസുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവരുടെ ടച്ച് അവർ അപ്രോച്ച് ചെയ്യും. അതിന് തെറ്റ് ഞാൻ പറയുന്നില്ല. അങ്ങനെ താല്പര്യമുണ്ട് ചെയ്തോളൂ. ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ആൺവർഗം അത്ര നീറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായും ഈ സ്ത്രീകളല്ല. ഓക്കെ, അത് സമ്മതിച്ചാൽ മതി. പക്ഷേ നമുക്കറിയാത്ത 2 പേർ. എനിക്ക് ഐശ്വര്യ രാധാലക്ഷ്മിയുമായിട്ടുള്ള ഒരു വിഷയത്തിൽ എതിർപ്പ് താങ്കളുടെ ചില സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്ന്, 40 വയസ്സുള്ള ഡിവോഴ്സ് ആയിട്ടുള്ള ആളുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം, അതൊരു പോസിബിലിറ്റി മാത്രമാണ്. മരണപ്പെട്ട ഒരാളെ പറ്റി അത് അങ്ങനെയാണ് എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഷിംജിത തെറ്റുകാരി അല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായ ഒരു തെറ്റുകാരി ആണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. എങ്ങനെയാണ്, ഏത് സ്പേസിലാണ് ഞാൻ ഒരു തെറ്റുകാരിയാണ്? 6 വീഡിയോ ക്ലിപ്പുകൾ അവരുടെ ഫോണിൽ നിന്ന് കേരള പോലീസ് കണ്ടെത്തി. 6ഉം പരിശോധിച്ചു. 6ലും ദീപക് ഒരു കുറ്റവും ചെയ്തില്ല എന്നുള്ളതാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. അത് എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്നത് റോഹിത്, അത് എപ്പോഴാണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് കേരള പോലീസിന് തോന്നാഞ്ഞ സ്പേസ് എവിടെയാണ്? മീഡിയകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇയാളുടെ മരണശേഷം കൃത്യമായി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക മെയിൻ സ്ട്രീം മീഡിയകൾ, അതായത് ഓൺലൈൻ മീഡിയകളല്ല, ഞാൻ പറഞ്ഞു മെയിൻ സ്ട്രീം മീഡിയയാണ് ജനങ്ങൾക്കുള്ള ഒരു ഇതുണ്ട്, വിശ്വാസം. എത്ര കണ്ട് അതായത് ന്യൂസ് മാനിപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ചാനൽ മാറി മാറി ഏതിലെങ്കിലും ഒരു കറക്റ്റായ സാധനം വരുമെന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ മാധ്യമങ്ങൾ ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നു ഉറപ്പായിട്ടുമുണ്ട്. ഇല്ലെന്നാണ് പറയുന്നത്. ഓ മൈ ഗുഡ്നസ്, കാലങ്ങളായിട്ടുണ്ട്. ഉറപ്പായിട്ടും ജനവികാരം എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സ്വാധീനിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത്ര കോൺക്രീറ്റ് എവിഡൻസുമായി ഒരാൾ ചേർന്ന് ഇതിനെ മൊത്തം കട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ആ സാധനം ഇയാളുടെ കയ്യിലില്ല. ഷിംജിത വളരെ കൃത്യമായി അത് എഡിറ്റ് ചെയ്ത് സ്ലോ ആക്കേണ്ടത് സ്ലോ ആക്കിയും സ്പീഡ് ആക്കിയും പോസ്റ്റ് ചെയ്തു. പക്ഷെ അവർ മറ്റേ ക്ലോസ് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. ദീപകിന്റെ കൈ അവർ ഓട്ടോമാറ്റിക്കലി മറ്റേ അങ്ങനെ ചെയ്തതല്ലോ. ദീപകിന്റെ കൈ അവിടെ ഉണ്ട്, ദീപക്കും അവിടെ ഉണ്ട്. അയാളെ മാനിപ്പുലേറ്റ് ചെയ്തതല്ല. അല്ല, ഞാൻ സംശയം ചോദിക്കട്ടെ. അയാൾ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആളുകളോട് വളരെ നല്ല രീതിയിൽ, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, വളരെ നല്ല രീതിയിൽ പെരുമാറുന്നത് ശരിയായിട്ട്. ഒരുപാട് ഇപ്പൊ താങ്കളുടെ ഇവിടെ വരുന്നതിന് മുമ്പ് 2 ജെന്റിൽമാർ എന്റെ ക്യാബിനിലുണ്ടായിരുന്നു. ഒരു ആവശ്യമായിട്ട് വന്ന് സെയിൽസിൽ വർക്ക് ചെയ്യുന്നത് വളരെ ജെന്റിലായിട്ട് വന്ന് സംസാരിക്കുന്നത് എനിക്കറിയാം. ഞാൻ 6 വർഷം സെയിൽസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അവരെങ്ങനെ പെരുമാറും, അവരുടെ ചിന്താഗതി എന്താണെന്ന് അറിയാം. അതൊരു വൈകുന്നേര സമയമാണ്. ഒരു പക്ഷേ
അയാളുടെ ടാർഗറ്റ് വെക്കാതെ, ആ മാസത്തെ ടാർഗറ്റ് വെക്കാതെ അയാളുടെ പ്രൊഫഷണലും പേഴ്സണലും ആയിട്ടുള്ള ടെൻഷനുകളിൽ ആ വാഹനത്തിൽ കയറിയ ഒരു മനുഷ്യർക്ക് പോസിബിലിറ്റീസ് ആളായിരിക്കാം അയാൾ. അയാളുടെ കൈ അറിയാതെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തട്ടിയിട്ടുണ്ടാവും. അയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് ഭയങ്കര എനിക്കറിയത്തില്ല, ഞാൻ ഈ വാക്ക് എങ്ങനെ ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു മുട്ടാത്തർക്കം പോലെയാണ് ആ സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നത്. തിരിച്ചു അതാണെന്നേ. എങ്ങനെ അത് തിരിച്ചങ്ങനെ ആവുന്നു? ഒരാൾ ക്ലെയിം ദീപക് ജീവനോടെ ഇല്ല, നിങ്ങൾക്ക് ഈ സാധനം കോൺക്രീറ്റ് ആയിട്ട് പറയാം. ഷിംജിത ജീവനോടെ ഉണ്ട്. ദീപക്കാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കേട്ടേനെ, ഞാൻ തിരുത്തി പറഞ്ഞേനെ. പക്ഷെ ദീപക്കിന് വേണ്ടി വാദിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും തുടക്കം ഈ ന്യൂസ് വരുന്നത്, അതായത് വീഡിയോ വരുന്ന സമയം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ സുഖിച്ചു, അവൾ അനുഭവിക്കുന്നു, അവൾ കൊണ്ട് തട്ടിക്കൊടുത്തത് സുഖിച്ചു എന്നൊന്നും ഞാൻ പറയും. നിങ്ങൾ രോഹിത് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു പൊതുജനത്തിന്റെ വികാരത്തെ ഈ ഫീഡ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. മീഡിയ ഫീഡ് ചെയ്യുന്ന അമ്മയുടെ വികാരം, അല്ലെങ്കിൽ ദീപക് മരിച്ചത്, അല്ലെങ്കിൽ ഈ സ്പേസുകളൊക്കെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇല്ലാന്ന് പറയരുത്. പരസ്യം കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ഇതേ സാധനം തന്നെയാണ് മീഡിയ ചെയ്യുന്നത്. ആ സൈക്കോളജി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇതേ സാധനമാണ് ജുഡീഷ്യൽ, അവിടെ ഇരിക്കുന്നത് മനുഷ്യന്മാരാ, ഗവൺമെന്റിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്ന പോലീസിലിരിക്കുന്നത് മനുഷ്യന്മാരാ. വൺസ് അതായത് കോടതി തീരുമാനിക്കുന്നതിന് മുമ്പേ ജനം തീരുമാനിച്ചൊരു കേസാണ് ഷിംജിതയുടെ. അല്ലാതെ കോടതി അല്ല അതിന് വിധി വിരിച്ചത്. കോടതി എന്താ പറഞ്ഞത്? അവർ ടാമ്പർ ചെയ്യും, അതുകൊണ്ട് അവരെ പുറത്തു വിടാൻ പറ്റില്ലെന്ന്. ടാമ്പർ ചെയ്യാനായിട്ട് എല്ലാ വീഡിയോസും അവരുടെ കയ്യിലുണ്ട്, എല്ലാ സാധനവും ക്ലിയർ ആണ്. ടാമ്പർ ചെയ്യേണ്ട ഒരു സ്പേസും അവിടെ ഇല്ല. സോ ദർ ഇസ് സംതിങ് എൽസ്. അത് ജനത്തിന്റെ വികാരത്തെ മാനിച്ച് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്തൊരു സ്പേസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇവര് അത്ര വലിയൊരു ദീപക് മരിക്കാൻ വേണ്ടി അല്ല ഷിംജിത ഇത് ചെയ്തത്. അത് ഫോർ ഷുവർ ആണ്. ദീപക് മരിക്കണം എന്നുള്ളൊരു ചിന്ത ഷിംജിതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന പോലും. അപ്പൊ പിന്നെ ആത്മഹത്യക്ക് കാരണമായത് ഷിംജിതയുടെ വീഡിയോ ആണല്ലോ, ഷിംജിതയല്ലല്ലോ. അതിന് പിന്നെ ഷിംജിതയുടെ വീഡിയോ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിപ്പോഴും ഇട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുണ്ടാക്കിയത്, അവർക്കുണ്ടായ പേഴ്സണൽ സ്പേസിൽ അവർ അഡ്രസ് ചെയ്തൊരു കാര്യത്തെ നമ്മളെല്ലാരും ക്രൂസിഫൈ ചെയ്തിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, കാരണം അയാൾ മരിച്ചുപോയി. അത്ര വലിയ തിരക്കുകളില്ലാത്തൊരു ബസ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഷൂട്ട്. ഇതിന് മുമ്പ് ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അത് ഷിംജിതയുടെ വേർഷൻ അല്ല, ജനങ്ങൾ ഉണ്ടാക്കിയ വേർഷനാണ്. അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുന്നത് കണ്ട ഷിംജിത ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വോയിസിൽ, കോളിൽ വോയിസ് കോളിൽ അത് പറയും. അത് തെറ്റായിരുന്നു പിന്നെ തെളിഞ്ഞില്ലേ? ആ പെൺകുട്ടി പരാതിയുമായി പോയില്ലേ? അല്ല, ആ പെൺകുട്ടി അല്ലല്ലോ പരാതിയുമായിട്ട് പോയത്. അതിന് തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഫേസ് കണ്ടു എന്ന് പറഞ്ഞാണ് പരാതി. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലോ. ഏതോ ഒരു പെൺകുട്ടി തൊട്ടു. ആ പെൺകുട്ടിനെ ഒരിക്കലും ഷിംജിത ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടോ? ആ പെൺകുട്ടി എങ്ങനെ പരാതി? ഞാനാണ് കൊടുക്കത്തില്ല. ഇത്രയും ജനവികാരം തുറന്നു നിൽക്കുന്ന സമയത്തും ഈ ഷിംജിതയ്ക്കെതിരെ ഈ സ്റ്റേറ്റ്മെന്റ് വന്ന് ഈ ഒരു മനുഷ്യൻ മരിച്ചു നിൽക്കുന്നിടത്ത് നമ്മളൊക്കെ അങ്ങനത്തെ മനുഷ്യൻ. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഫീലിങ്സ്, അതിന് തെറ്റുകാരനാണെങ്കിൽ പോലും നമ്മൾ നല്ലത്. ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അയാൾ നിരപരാധി ആയിരിക്കില്ലേ? അങ്ങനെ ഒരിക്കലും നിർബന്ധമില്ല. മരിച്ച എല്ലാ മനുഷ്യന്മാരും നിരപരാധികളാണോ? എന്റെ ചോദ്യമാണ്. ഇതുവരെ മരിച്ച എല്ലാ മനുഷ്യന്മാരും നിരപരാധിയാണെന്ന് നമുക്ക് അടക്കം പറയാൻ പറ്റുമോ? ഈ പറയുന്ന അബ്യൂസുകൾ കുറ്റബോധത്തിൽ നിന്നല്ല, ആ മനുഷ്യനത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതൊന്നല്ല, എന്ത് കാര്യമായിരുന്നേനും അപ്പം ചിലപ്പോൾ അയാൾ ആ പുഷിൽ ഇരുന്നിരിക്കാം. ഞാൻ പറയുന്ന സ്പേസ് അതാണ്, ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ അവസ്ഥ. ഷിംജിതയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവർ ബോൾഡാണ്, അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ആക്ഷനിൽ എൻ്റെ ശരീരം ഉപയോഗിച്ച് ഞാൻ ഒരാളെ ഇത് എക്സ്പോസ് ചെയ്യുന്ന ഒരാൾ തീരുമാനിക്കണമെങ്കിൽ അവർ അത്രയും ഓവർകം ചെയ്യണം ആ ബോഡിയെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോഡി തട്ടാൻ നമ്മൾ നിന്നു കൊടുക്കുന്നത്? അവിടെയാണ് ഞാൻ ഒരു ബോൾഡാണ്. അല്ലാതെ എനിക്ക് ഇവരെ പേഴ്സണലി അറിയാവുന്ന ഒരു സ്പേസിലല്ല. അതെന്താണ് ബോഡി തട്ടിയാൽ പ്രശ്നമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ഈ നാട്ടിലുണ്ടല്ലോ. ബോഡി തട്ടാൻ വേണ്ടി ആൾക്കാർ നിന്ന് കൊടുക്കുന്നത് അത് വളരെ വിരളമായിരിക്കും. അത് നമ്മൾ തർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇന്ന ആൾക്കാരുണ്ട് ഇന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. അല്ലാതെ ശരീരത്ത് പോയി ഇന്നാന്ന് പറഞ്ഞ് തട്ടിക്കോ ഞാൻ ഇത് വെച്ച് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര നോക്കൂ. വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുറെ പെൺകുട്ടികൾ ഒരുപക്ഷെ നമ്മളൊക്കെ അവരോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമായിരിക്കാം, കാറിൽ യാത്ര ചെയ്യുമായിരിക്കാം, തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തിരിക്കും. അപ്പോഴൊക്കെ ശരീരങ്ങൾ തമ്മിൽ തട്ടുമായിരിക്കാം. ഞാൻ പറയുന്നത് പക്ഷേ ഒരു ചെറിയ സ്പേസിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ തട്ടാതെ ഒഴിഞ്ഞു മാറി പോവുക എന്നൊരു സാധനം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പറയപ്പെടുന്ന കേസിലും ഷിംജിതയും ഈ പറയപ്പെടുന്ന തരത്തിൽ അയാളുടെ ശരീരത്തിലേക്ക് ജനത്തിന് തോന്നുന്നതാണ് ആ വീഡിയോ കാണുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത്, ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് ആ കാണുന്ന ആളുടെ അടുത്തേക്ക് പോയി നിന്ന് അയാളുടെ കൈ അറിയാതെയോ അറിഞ്ഞു തട്ടിയിട്ട് പോകുന്നു. ആ വീഡിയോ എടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് തിരിയുന്ന അറിയാതെ തെളിയുന്ന ഒരു കൊച്ചു ചിരിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടി. എന്നിട്ട് അവരത് പബ്ലിഷ് ചെയ്യുന്നു. ആ ചിരിയോടുകൂടി കേരള ജനതയെ വൃത്തിയായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അവരുടേതായ സമൂഹത്തിൽ ജീവിച്ച് ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഈ ചിരിയോടെ ഈ സാധനം പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് ഇവർക്ക് ഇതിനു മുമ്പ് ഒരു ക്ലിയർ ആയ കാര്യം ഇവർ കണ്ടിട്ടുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ ലോജിക്കിൽ അത് അങ്ങനെയാണ്. ഇവർ കണ്ടൊരു കാര്യത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അതിനകത്ത്. അല്ലാതെ ഒരു വ്യക്തി മനഃപൂർവ്വം ഇതിൽ ഇയാൾ തട്ടുന്ന ഇവർ ക്യാമറയിൽ മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇവർ അയാളെ നോക്കുന്നില്ല. അവരുടെ പൊസിഷൻ അനുസരിച്ച് ഒന്നുമല്ല. അയാളെ കാണാം. അയാൾ തട്ടു എന്നുള്ളത് അവർക്ക് എങ്ങനെ അറിയാം?
ഞാൻ പറയട്ടെ, ഒരാൾ തട്ടും എന്നുള്ളത് എങ്ങനെ അറിയാം? പിന്നെ അവരധികം തട്ടാനോ അങ്ങോട്ട് പോയി ഇടിച്ചു വരയ്ക്കാനോ ഒന്നിനും പോയിട്ടില്ല. അവരോരോരുത്തർ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു ലോജിക്കാണ്. ഇതിനു മുമ്പ് ഇവരിത് കണ്ടിട്ട് ഇത് കിട്ടും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഇവർ നിൽക്കുകയാണ്. ഇത് മുമ്പ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇതിന് മുമ്പ് ഇയാൾ ഈ ചെയ്തതിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഇത് കിട്ടും എനിക്കൊന്ന് ഉറപ്പിച്ച് നിന്നു, കിട്ടിയപ്പോൾ അവർ ചിരിച്ചു. ഇതാണ് എൻ്റെ ലോജിക്ക് ഇതിനകത്ത്. അല്ലാതെ ഷിംജിത് നല്ലതോ ദീപക് ചീത്തയൊരു മനുഷ്യനാണെന്നോ എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ദീപകിന് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ലോല സ്പേസ് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അതിനൊരു തെറ്റ് എനിക്ക് കാണാൻ പറ്റാത്തത് വേറൊരു സ്പേസിൽ അയാൾ മാനസികമായി ഇത്രയും പ്രശ്നത്തിലൂടെ പോയ ഒരാളാണ്. ഒരു സുഹൃത്തില്ല, അയാൾക്ക് ഒരു പ്രശ്നം. മരിച്ചു കഴിഞ്ഞാൽ ഞാനും കരയും. വൈകാരികമായി ഒരു മരണസീനില്ല, ഒരു ബന്ധമില്ലാത്തൊരു സ്പേസിൽ ഞാൻ പോയാൽ ആളുകൾ കരയുന്ന ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ കരയും എന്നാ ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾ പൊട്ടിക്കരയുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അയാളോട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കത്തില്ല. ഏതെങ്കിലും നല്ലൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരാളോട് അയാൾ സംസാരിച്ചു, അയാളെ പിടിച്ചു നിർത്താനോ ഇതിൽ നിന്ന് കൺവിൻസ് ചെയ്യാനോ ഇതൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ തെറ്റല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അയാൾക്ക് വിശ്വാസം കൊടുക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആ സുഹൃത്തിന്റെയും കൂടെ പ്രശ്നമാണ്. എല്ലാവരുടെയും ചിന്താഗതി ഒരുപോലെ ആയിരിക്കില്ല. സ്വന്തം അച്ഛൻ അമ്മ കുടുംബത്തെ നോക്കി ജോലി ചെയ്തൊരു അപകടത്തോളം ജോലി ചെയ്തൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അയാളുടെ ജീവിതത്തിൽ അത്രയും നാളും കാത്തു സൂക്ഷിച്ച് അയാളുടെ ഇമേജ് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു സമയം, ഒരു സാഹചര്യം, നാട് മുഴുവൻ അയാളെ കുറ്റം പറയുന്നു. അയാളുടെ മരണം വരെയും ആ കമന്റ് ബോക്സുകളിൽ അയാളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇത് മറ്റുള്ളവരോട് പറയാൻ അയാളുടെ മാനസികാവസ്ഥ അനുവദിക്കില്ലെന്നേ തോന്നുന്നില്ല. ആ സമയം മൊത്തം ഷിംജിതേനെയാണ് എല്ലാവരും തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. ദീപകിന് വളരെ കുറച്ച് സ്പേസുകളിലെ ഇപ്പോഴും ദീപകിന് അത്ര തെറി വന്നിട്ടില്ല. വന്നിട്ടുള്ളത് മുഴുവൻ ഷിംജിതയ്ക്ക് തന്നെ ആയിരുന്നു. അത്രയും സപ്പോർട്ട്. എന്നിട്ട് അത് പേടിച്ച് ഷിംജിത ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു വീഡിയോ. അത്രയും സ്പേസുകൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും സപ്പോർട്ട് ലോകത്തിന്റെ ഉണ്ട്, ഇത്ര പേര് എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നിടത്ത് ആ മനം തിന്നിട്ടാണ് അയാൾ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ എക്സ്പോസ്ഡ് ആയതിന്റെ ഒരു സ്പേസിലാണ് അയാൾ മരിച്ചതെന്ന് എനിക്ക് തോന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദീപകിനെ എതിർത്തല്ല ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത്, ദീപകിനെ എതിർത്തല്ല അന്നും. എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്? ഇവിടെ സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അബ്യൂസ്, ഒരു എന്തെങ്കിലും ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗമായിരുന്നു. ഇത് തുടരെ ആളുകൾ ഇത്തരത്തിൽ, ഷിംജിതയല്ല കേട്ടോ, പല ആളുകൾ ഇത്തരത്തിൽ വീഡിയോകൾ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ജനം തിരിഞ്ഞത്. സ്ത്രീകളടക്കം. അതെ, സ്ത്രീകളടക്കം തിരിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന സ്പേസുകൾ ആരും ആഗ്രഹിക്കുന്നില്ല. അനുഭവിച്ച സ്ത്രീകൾ പോലും ആഗ്രഹിക്കുന്നില്ല എക്സ്പോസ് ചെയ്യപ്പെടാനായിട്ട്. അത് നമ്മുടെ സ്പേസിന്റെ ലോക്കാണ്, നമ്മുടെ മൊറാലിറ്റിയുടെ ലോക്കാണ്. വീണ്ടും നമ്മൾ വേറൊരു രീതിയിൽ ഈ പർട്ടിക്കുലർ വിഷയത്തെ എടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ദീപക് മരിച്ചത് ദീപകിന്റെ വീക്ക്നെസ്സിലാണ്. ദീപക് ഒരു അങ്ങനെ താങ്ങാൻ പറ്റാത്തൊരു മനുഷ്യനായിട്ട്, അല്ലാതെ ഷിംജിത ആവണമെന്നില്ല. ഷിംജിത കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നെങ്കിലും ദീപക് അത് ചെയ്തേ. ആ സാധ്യത പോലെ തന്നെ മറ്റൊരു സാധ്യതയല്ലേ ദീപക് ഈ വിഷയത്തിൽ നിരപരാധിയാണ്, ദീപക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ദീപകിന്റെ കൈ അറിയാതെ ആ പെൺകുട്ടി സാധ്യതയാണ്. മറ്റേതും സാധ്യതയാണ്. മറ്റേത് സാധ്യതയല്ല, മറ്റേത് ഒരാൾ പറയുകയാണ്. ആര് പറയുന്നു? അങ്ങനെ എല്ലാവരും ഒരാൾ പറയുന്ന എല്ലാം ശരിയാവും. അങ്ങനെയല്ലോ. എന്നാൽ ദീപക് അത് പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രോഹിത് പറഞ്ഞ കാര്യം ഞാൻ അയാളുടെ കാര്യം കേൾക്കാൻ നിന്നു. പക്ഷെ നാട്ടുകാർ ഇതിനെ വികാരഭരിതരായി എടുക്കുന്നതിന് പല ഇന്റൻഷനും. താങ്കൾ ഒരു ആർട്ടിസ്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നിവിൻ പോളിക്കെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണം വരുന്നു. നിങ്ങളെ ചർച്ച ചെയ്ത വിഷയമാണ്. പിന്നീട് അത് സോൾവ് ആയി പോകുന്നു. ആർക്കൊപ്പം ആയിരുന്നു ആളുകൾ നിന്ന്? സെലിബ്രിറ്റിന്റെ ഓപ്പോസിറ്റ്സ് ആയിരുന്നു. സെലിബ്രിറ്റിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ദീപക് ഒരു സെലിബ്രിറ്റി അല്ല, ഷിംജിത ഒരു സെലിബ്രിറ്റി അല്ല, സാധാരണ ജനമാണ്. ഈ സാധാരണ ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികളുടെ സ്പേസ് നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം പവർ, മണി, ഈ സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള സ്പേസുകളാണ്. ഞാൻ പറയുന്നത് ഒരു സെലിബ്രിറ്റിക്കെതിരെ ഒരു സാധനം വരുമ്പോൾ എപ്പോഴും അതിനൊരു ഓപ്പോസിഷൻ ഉണ്ടാവും. അതായത് ആ സെലിബ്രിറ്റിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. പക്ഷെ ഷിംജിതയുടെ ദീപകിന്റെയും കാര്യത്തിന് അതല്ല സംഭവിച്ചേക്കുന്നത്. ഷിംജിതയുടെയും ദീപകിന്റെയും കാര്യത്തിൽ ഇടപെട്ടേക്കുന്ന സാധാരണ ജനങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെതിരെ സംസാരിക്കുന്നവരോ പബ്ലിക്കലി വേറൊരു സ്പേസിനെതിരെ സംസാരിക്കുന്നവരോ ജാതിയോ മതമോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഷിംജിതയെ ദീപകുമായി കണക്ട് ചെയ്യുമ്പോൾ ആരായിരുന്നു അന്ന് താരതമ്യേന വലിയ സെലിബ്രിറ്റി? സോഷ്യൽ മീഡിയ സ്പേസ് ഉള്ള ഒരാളായിരുന്നു ഷിംജിത. എനിക്ക് അവരെ പേഴ്സണലി അവരുടെ നാട്ടിലെ കൗൺസിലർ ആയിരുന്നു. അവരുടെ നാട്ടിലല്ല, അവരുടെ ഭർത്താവിന്റെ നാട്ടില്. പക്ഷെ അവർ അതിനകത്ത് ഭർത്താവിന്റെ സ്പേസിൽ അവരുടെ നാട്ടില് ഒരു സ്പേസ് പഠിച്ച സ്ത്രീ ആയതുകൊണ്ട് അവരെ പിടിച്ചേപ്പിച്ചതാ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സ്പേസ് ഒന്നും. പിന്നീട് അവർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇവിടെ ദുബായിൽ. അവിടെയാണ് അവരുടെ ജോലിയുള്ളത്. അവർ തിരിച്ചിരുന്ന അവർക്ക് എക്സ്പോഷർ ഉണ്ട്. അവർ വ്ളോഗ് ഇടുന്നതാണ്, വീഡിയോ ഇടുന്നതാണ്. അവർ ആ സ്പേസിൽ നമുക്ക് പ്രൊമോഷനും അല്ലെങ്കിൽ പറഞ്ഞ പബ്ലിസിറ്റിയും കിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ്. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവിടെ ആ സാധ്യതയില്ല. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ റീച്ചിന് വേണ്ടി
ആളെ ഇരയാക്കി, ബലിയാടാക്കി, ഇല്ല, ബലി കൊടുത്തു. അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റാത്തതിന് കാരണം ഇത്രയും കാലം അവർ ഇട്ടേക്കുന്ന വീഡിയോയിൽ അവരുടെ ഇന്റൻഷനോ അവർക്ക് ഇതിന്റെ പബ്ലിസിറ്റി 1 മില്യൺ കണ്ട വീഡിയോ പോലും ഒരു പുരുഷനെ കുറിച്ചോ വേറൊരു കോൺട്രവേഴ്സി സ്പേസിനെ കുറിച്ചല്ല, അവരുടെ ട്രാവൽ, അവർ ജീവിക്കുന്ന സ്പേസുകളെ കുറിച്ചും ബാക്കി ചുറ്റുപാടുകളെ കുറിച്ചുമാണ്. അല്ലാതെ ഇത്ര കാലം അവര് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അവർക്ക് മൈലേജ് ഉണ്ടാക്കേണ്ട ഒരു സ്പേസിലല്ല, അവർ ഓൾറെഡി മൈലേജ് ഉള്ള ഒരു സ്പേസിലാണ് അവർ നിൽക്കുന്നത്. ഒരു കോൺട്രവേഴ്സി അല്ലല്ല, അവർ ചിലപ്പോൾ അവരുടെ സ്പേസിൽ മറ്റേ ഞാൻ ഇത്ര വലുതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും കഴിവുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഒരാളാണെന്ന് കാണിക്കാനാണ് ചെയ്തത്. പക്ഷെ അതിന്റെ അർത്ഥം ദീപക് അത് ചെയ്തിട്ടില്ല എന്നല്ല, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ദീപക് ചെയ്യാത്തൊരു സ്പേസിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ഡെസ്പറേഷൻ ഷിംജിതയുടെ ഇങ്ങനെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് 24 ചർച്ചയിൽ താങ്കൾ പറഞ്ഞു കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും 24 ചർച്ചയിൽ വന്നിട്ടില്ലല്ലോ. ചർച്ചയിൽ അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. ഞാൻ ഷിംജിതയുടെ ഭാഗത്ത്, ബാക്കി എല്ലാവരും മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും മറ്റേ ഭാഗത്ത്. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അഡ്രസ് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ സ്പേസ് ആണ്, മനുഷ്യന്റെ മാനസിക സ്പേസ്. 24 പൂർണ്ണമായി നിങ്ങൾ പറഞ്ഞ ഐഡിയോളജി അല്ല പുറത്തുവിട്ടത്. അല്ല, അൺകട്ട് വേർഷൻ പുറത്തുവിടാൻ പറഞ്ഞുകൂടെ? അൺകട്ട് വേർഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നുണ്ട്. ഞാൻ പറയുന്നല്ലോ, ഇത് ഓൾറെഡി ചർച്ച ഡിസൈഡ് ആണ്. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇവർ പറയുന്നുണ്ട് ഒരമ്മയുടെ വേദന, അമ്മയുടെ വിഷമം, അച്ഛന്റെ വിഷമം. ഞാൻ പറയാം, ഒരു മീഡിയയുടെ അഡ്രസ്സിംഗ് ആണ് ഞാൻ പറയുന്നത്. അമ്മയുടെ വേദനയും വിഷമം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എനിക്കൊരു അമ്മ പോയതാണ്, എന്റെ ജീവിതത്തിൽ അമ്മ പോയതിനു എനിക്ക് സ്പേസ് ഇല്ല. എന്റെ അച്ഛൻ പോലും ആ സ്പേസിനെ അഡ്രസ് ചെയ്യാഞ്ഞുകൊണ്ട് എനിക്ക് ആ സ്ഥലവും കിട്ടാത്ത. ഞാൻ ഐശ്വര്യോട് ചോദിക്കാൻ, ഐശ്വര്യ 1-2 വീഡിയോയിൽ ഇത് പറഞ്ഞു, ആ അമ്മയുടെ കണ്ണുനീർ, അമ്മയുടെ ചർച്ച അവർ ലൈവിൽ വരുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാതിരുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. അന്ന് പറയാൻ പറ്റാ. ആ അമ്മയേക്കാൾ സങ്കടം അല്ലെങ്കിൽ അമ്മയോളം സങ്കടമുള്ള മറ്റൊരാൾ അവിടെ ഇല്ലേ? അച്ഛന്റെ സങ്കടം എന്താ നിങ്ങൾ ആരും കാണാത്തെ? അച്ഛന്റെ സങ്കടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛൻ വളരെ റാഷണൽ ആയിട്ടും അച്ഛൻ വളരെ മറ്റേ സ്റ്റബേൺ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് വേണ്ടത്, അവരങ്ങനെ ചെയ്തു, അത് അങ്ങനെയാണ്. അയാളും മനസ്സ് എന്തുമാത്രം വിങ്ങുന്നുണ്ട് നമുക്കറിയാൻ പറ്റും. ഞാൻ പറയുന്നത് ഞാൻ അച്ഛന്റെ അമ്മയുടെ കണ്ണീരിന്റെ തെറ്റല്ല ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛന്റെ ഇമോഷനും അമ്മയുടെ ഇമോഷനും സ്പേസ് ഉണ്ട്, ഇല്ല എന്നല്ല. അവരുടെ ഇമോഷണൽ സ്പേസുകളെ ഡയറക്റ്റ്, അതായത് ഇപ്പൊ എനിക്ക് റോഹിത്തിനെ അറിയാവുന്ന സ്പേസിൽ പോലും എനിക്ക് അവരെ അറിയില്ല. നാളെ റോഹിത്തിന് ഒന്ന് കാലോ തല്ലോ തട്ടിയിട്ട് അയ്യോ ഇപ്പം എന്നെ വിളിച്ചിട്ട് മേഘ പറയാം, അയ്യോ അയക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതെനിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്പേസിൽ നിന്ന് തന്നെ എനിക്ക് ഇമോഷൻ ഉണ്ടാവും. പക്ഷെ ആ സ്ഥലം ഭയങ്കര ഫാറാണ് എനിക്ക്, ദീപകിന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. പക്ഷേ അതെനിക്ക് അറിയാം, കാരണം വിഷമം എന്താണെന്നും സങ്കടം എന്താണെന്നും നഷ്ടം ഉണ്ടാകുന്ന സമയത്ത്, അത് മരണമാണേലും അല്ലാത്തതാണേലും അതിന്റെ പെയിൻ എനിക്കറിയാം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനെയൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടല്ല ഈ സ്പേസ്. ഗ്ലോറിഫൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീഡിയ എടുത്ത് ഇതിനെ ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ സാധനങ്ങളിലൊക്കെ വരുന്നത് അവരുടെ ഇമോഷനെ വെച്ചിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊരു മരണം നടക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരു വീട്ടിൽ മരണം പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് മരണം നടക്കുന്നത്. പക്ഷെ മരണത്തെ നമ്മൾ കാണുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും.